അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വആലി കുല്ലി വസ്വഹാബത്തി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി വസ്വഹാബി സയ്യിദിനാ മുഹമ്മദ്. പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ, മഹാനരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ത്യാഗോജ്ജലമായ ജീവിതത്തിൻ്റെ സ്മരണകൾ അയവിറക്കുന്ന ബലിപെരുന്നാളിൻ്റെ അനുബന്ധ കർമ്മങ്ങളിൽപ്പെട്ടതാണ് ഉളുഹിയ്യത്ത് അഥവാ ബലിയറുക്കൽ. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ 13-ാമത്തെ വയസ്സിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സ്വപ്നം കാണുകയാണ്. فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം പ്രയത്നിക്കാനുള്ള പ്രായമെത്തിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എൻ്റെ കുഞ്ഞുമോനെ, ഞാൻ നിന്നെ അറുക്കണം എന്ന് ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നീ എന്താണ് അഭിപ്രായപ്പെടുന്നത്? നിനക്ക് സമ്മതമാണോ? അപ്പം ആ കുട്ടി പറഞ്ഞു, എൻ്റെ പിതാവേ, അള്ളാഹു എന്താണോ നിങ്ങളോട് കൽപ്പിച്ചത് അത് നിങ്ങൾ ചെയ്തോളൂ, എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ ക്ഷമിച്ചുകൊള്ളാം. ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽ ജബീൻ. അങ്ങനെ അവർ ഇരുവരും കൽപ്പനയ്ക്ക് കീഴ്പ്പെടുന്നു. ആ കുട്ടിയെ നെറ്റിയുടെ മേലെയാക്കി ചെരിച്ചു കിടത്തി മകനെ അറുക്കാൻ ഒരുങ്ങുന്ന സമയം വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സ്വദ്ദഖ്ത റുഇയാ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നാം ഇബ്രാഹിം നബിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഓ ഇബ്രാഹിം, തീർച്ചയായും അങ്ങ് സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. അങ്ങ് കണ്ടതൊരു സ്വപ്നമാണ്. ഇപ്രകാരമാണ് നാം സദ്വൃത്തർക്ക് പ്രതിഫലം നൽകുന്നത്. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. തീർച്ചയായും ഇതൊരു സ്പഷ്ടമായ പരീക്ഷണം തന്നെയാണ്. വഫദൈനാഹു ബിദിബ്ഹിൻ അളീം. മകന് പകരം ബലിയർപ്പിക്കാനായി മഹത്തായ ഒരു ബലിമൃഗത്തെ നാം നൽകുകയും ചെയ്തു. മകനെ അറുക്കാൻ ഒരുങ്ങുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് ഒരു ആടിനെ ഇറക്കിക്കൊടുക്കുന്നു. എന്നിട്ട് ആ ആടിനെ അറുക്കാൻ വേണ്ടി പറയുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടതായ ആ ആട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഹാബീൽ സമർപ്പിച്ച ആടായിരുന്നു എന്ന് കാണാം. ഷാഫിഈ മദ്ഹബിൽ ഉദ്ഹിയ്യത്ത് സുന്നത്താണ്. സാമ്പത്തിക ശേഷിയുള്ളവർക്ക് ഓരോ വർഷവും ബലിപെരുന്നാളോടനുബന്ധിച്ചുകൊണ്ട് ഉദ്ഹിയ്യത്ത് അറുക്കൽ സുന്നത്താണ്. കഴിവുള്ള വ്യക്തികൾക്ക് ഉദ്ഹിയ്യത്ത് ഉപേക്ഷിക്കൽ കറാഹത്തുമാണ്. അതുകൊണ്ട് കഴിവുള്ള ആളുകൾ അത് ഒഴിവാക്കരുത്, എല്ലാ വർഷവും അറുക്കണം. ഇത് പൊതുവായ സ്വതക്കയേക്കാൾ വളരെ ശ്രേഷ്ഠതയുള്ളതുമാണ്. ഉദ്ഹിയ്യത്ത് മൃഗം പരലോകത്ത് സിറാത്ത് പാലത്തിലൂടെ സഞ്ചരിക്കാൻ വാഹനമായി ലഭിക്കുമെന്നറിയിക്കുന്ന ഹദീസ് തന്നെ മതി ഉദ്ഹിയ്യത്തിൻ്റെ ശ്രേഷ്ഠത അറിയിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മാ അമില ബിനി ആദമ യൗമൻ നഹരി മിൻ അമലിൻ അഹബ്ബ ഇലല്ലാഹി മിൻ നിഹ്റാഖിദ് ദമി. ബലിപെരുന്നാൾ ദിനത്തിൽ അടിമകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വലിയ പ്രതിഫലാർഹമായ പ്രവർത്തനമാണ് ഉൽഹിയ്യത്ത്.
ബലികർമ്മത്തേക്കാൾ മഹത്വമായ മറ്റൊരു കർമ്മവും അന്നില്ല. അന്ത്യനാളിൽ ബലിയറുക്കപ്പെട്ടതായ മൃഗം അതിൻ്റെ കൊമ്പ്, കുളമ്പ്, രോമം എന്നിവയോടെ, അഥവാ ആ മൃഗത്തിൻ്റെ പൂർണ്ണ രൂപത്തിൽ തന്നെ അന്ത്യനാളിൽ വരുന്നതാണ്. ആ മൃഗത്തിൽ നിന്ന് അതിൻ്റെ രക്തം ഭൂമിയിൽ വീഴുന്നതിൻ്റെ മുമ്പേ അതിൻ്റെ പ്രതിഫലം അള്ളാഹുവിങ്കൽ നിന്ന് സ്ഥിരപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ നല്ല മനസ്സോടെ ഉളുഹിയ്യത്ത് അറുക്കണേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ഉളുഹിയ്യത്ത് അറുക്കുക എന്നത് മറ്റു ദാനധർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠമായത് കൊണ്ട് തന്നെ ഉളുഹിയ്യത്ത് അറുക്കുന്നതിന് പകരം മറ്റു കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൂടെ, മറ്റു നല്ല കാര്യങ്ങളിലേക്ക് ആ പൈസ ചെലവഴിച്ചുകൂടെ എന്ന് പറയുന്നത് തന്നെ ശരിയല്ല. ഉളുഹിയ്യത്ത് അതങ്ങനെ അറക്കുക തന്നെ വേണം. വേറെ സാമ്പത്തികമായിട്ട് ഇടപെട്ടുകൊണ്ട് പൈസ സ്വരൂപിച്ചുകൊണ്ട് കാരുണ്യ പ്രവർത്തനം നടത്താം, അതിന് യാതൊരു തെറ്റുമില്ല. സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്താം, യാതൊരു കുഴപ്പമില്ല. ഉളുഹിയ്യത്തിൻ്റെ സമയത്ത് ഉളുഹിയ്യത്ത് അറക്കുക തന്നെ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹായോട് പറയാണ്, യാ ഫാത്തിമ ഖൂമി ഇലാ ഉളുഹിയ്യതികി ഫഷ്ഹദീഹാ ഫഇന്ന ലകി അവ്വലു ഖത്റത്തിൻ തഖ്തുറു മിൻ ദമിഹാ യുഗ്ഫറു ലകി മാ സലഫ മിൻ ദുനൂബിക്. ഓ എൻ്റെ ഫാത്തിമ, നീ ഉളുഹിയ്യത്ത് നിർവഹിക്കണം, അതിന് നീ സാക്ഷിയാവുകയും വേണം. ഉളുഹിയ്യത്ത് നിർവഹിക്കുന്നതോടെ ജീവിതത്തിൽ സംഭവിച്ച ഒട്ടേറെ പാപങ്ങൾക്ക് മാപ്പ് ലഭിക്കുന്നു. അപ്പൊ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, നബിയേ, ഇത് നബി കുടുംബത്തിന് മാത്രമുള്ളതാണോ, അതല്ല എല്ലാ മുസ്ലിമിനും ഉള്ളതാണോ? ബൽ ലനാ വലിൽ മുസ്ലിമീന അമ്മാ. ഫാത്തിമ, നമുക്കും സർവ മുസ്ലിമിനും നൽകിയ ഓഫറാണിത്. ഉളുഹിയ്യത്ത് അറവിലൂടെ പാപമോചനം ലഭിക്കുകയും ചെയ്യുന്നു. ഉളുഹിയ്യത്ത് എല്ലാവർക്കും സുന്നത്താണെങ്കിലും ഒരു വീട്ടിൽ ഒരാളെങ്കിലും മറുത്തു കഴിഞ്ഞാൽ അടിസ്ഥാന ബാധ്യത വീടുന്നതാണ്. പെരുന്നാൾ ദിവസത്തിലും അയ്യാമുത്ത ശരീഅത്തിന്റെ 3 ദിവസത്തിലും തനിക്കും താൻ ചെലവ് കൊടുക്കാൻ ബാധ്യതയുള്ളവർക്കും ഉള്ള ചെലവ് കഴിച്ച് ഉളുഹിയ്യത്ത് നിർവഹിക്കാനുള്ള ധനം ബാക്കിയുള്ളവർക്കെല്ലാം ഉളുഹിയ്യത്ത് അറുക്കൽ ശക്തമായ സുന്നത്താണ്. അവർക്കാണ് ഈ കഴിവുള്ളവർ എന്ന് പറയുന്നത്. കഴിവുള്ളവർ, സമ്പന്നർ, ഉളുഹിയ്യത്ത് അറുക്കാൻ കഴിവുള്ളവർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുകൊണ്ട് ഇതാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. ബലിപെരുന്നാൾ ദിവസം ദുൽഹിജ്ജ 10 സൂര്യോദയം കഴിഞ്ഞ് 20 മിനിറ്റും കഴിഞ്ഞ് ചെറിയ രീതിയിൽ 2 റക്അത്ത് നിസ്കാരവും 2 ഖുതുബയും നിർവഹിക്കാനുള്ള സമയം കഴിയുന്നതോടെ ഉളുഹിയ്യത്ത് അറുക്കാനുള്ള സമയം തുടങ്ങുകയായി. സൂര്യൻ ഉദിച്ച ഉടനെ അറുത്താൽ അത് ഉളുഹിയ്യത്താവൂല. സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പ് അറുക്കാനും പറ്റൂല. ദുൽഹിജ്ജ 13 മഗ്രിബോടെ ഉളുഹിയ്യത്തിന് സമയം കഴിയുകയും ചെയ്യും. ഇനി ആരെങ്കിലും ഉളുഹിയ്യത്തിനെ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ ആ മൃഗത്തെ ഈ സമയത്ത് തന്നെ അറുത്തിരിക്കണം. വല്ല കാരണത്താലും അറവ് നടത്താൻ പറ്റിയില്ല എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത ദിവസം 14 തന്നെ അറുത്തു കൊടുക്കണം. അല്ലാതെ അടുത്ത കൊല്ലത്തേക്ക് നീട്ടിവെക്കരുത്. ആട്, മാട്, ഒട്ടകം എന്നിവയെയാണ് അറുക്കേണ്ടത്. മാട് എന്ന് പറയുമ്പോൾ പശു, കാള, പോത്ത്, മൂരി, എരുമ എന്നിവയെല്ലാം പെട്ടു. ഒട്ടകമാണെങ്കിൽ അതിന് 5 വയസ്സ് തികഞ്ഞിരിക്കണം. മാടിനും ആടിനും 2 വയസ്സ് പൂർത്തിയാവുകയും വേണം. അപ്പോൾ എങ്ങനെയാണ് ഇവക്കെല്ലാം വയസ്സ് പൂർത്തിയായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക? നമ്മുടെ വീടുകളിൽ ജനിച്ച് വളർന്നവയാണെങ്കിൽ നമുക്കറിയാലോ അതിന് എത്ര വയസ്സായിട്ടുണ്ട് എന്ന്. അപ്പം അങ്ങനെ മനസ്സിലാക്കാം. ഇനി നമ്മുടെ വീടുകളിൽ വളർത്തിയതല്ല, വേറെ ഒരാളിൽ നിന്ന് വാങ്ങിയതാണെങ്കിലോ ആ ആൾക്കറിയാമല്ലോ ആ മൃഗത്തിന് എത്ര വയസ്സായിട്ടുണ്ട് എന്ന്. അദ്ദേഹം വിശ്വസ്തനാണെങ്കിൽ, വിശ്വസിക്കാൻ പറ്റുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്ക് സ്വീകരിക്കാം.
ഇത് രണ്ടുമല്ല ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന മൃഗങ്ങളാണ്. എന്നാൽ ആ മൃഗത്തെ വിൽക്കുന്നവന് ചിലപ്പോൾ അതിൻ്റെ വയസ്സ് അറിയണമെന്നില്ല. അങ്ങനെ വന്നാൽ മൃഗത്തെ വാങ്ങിയിട്ടും വളർത്തിയിട്ടുമൊക്കെ പരിചയമുള്ള ആളുകളുടെ വാക്ക് സ്വീകരിക്കണം. അവനാണല്ലോ അതൊക്കെ പരിചയമുള്ളത്. ഇനി അവിടെ വിൽക്കുന്നതായ ആൾ തന്നെ പറഞ്ഞു ഇതിന് 2 വയസ്സ് തികഞ്ഞിട്ടുണ്ട്. അദ്ദേഹമാണെങ്കിലോ വിശ്വസിക്കാൻ പറ്റുന്ന ആളാണ്, വിശ്വസ്തനാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വാക്കും സ്വീകരിക്കാം. ഉലഹിയത്ത് മൃഗത്തിന് പറയപ്പെട്ട നിശ്ചിതമായ വയസ്സ് തികയണം എന്നതുകൊണ്ട് തന്നെ ആ വയസ്സ് തികയാതെയാണ് ആ മൃഗത്തെ അറവ് നടത്തിയത് എങ്കിൽ അത് ഉലഹിയത്തായി പരിഗണിക്കപ്പെടില്ല. എന്നാൽ ഒരാൾ വീട്ടിൽ വളർത്തുന്ന അല്ലെങ്കിൽ ഉലഹിയത്ത് അറുക്കാൻ നിശ്ചയിച്ച് നേർച്ചയാക്കിയാൽ ആ മൃഗത്തെ ഞാൻ ഉലഹിയത്ത് അറുക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞു. ഒരു നിശ്ചിത മൃഗത്തെ ഉലഹിയത്ത് അറുക്കാൻ നേർച്ചയാക്കിയാൽ അവിടെ അവൻ നേർച്ചയാക്കിയതിന് ശേഷം വരുന്ന ആദ്യ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് തന്നെ ആ മൃഗത്തെ അറവ് നടത്തൽ നിർബന്ധമാണ്. 2 വയസ്സ് പൂർത്തിയാക്കാൻ കാത്തിരിക്കരുത്, കാത്തിരിക്കാൻ പറ്റുകയില്ല. അങ്ങനെ കാത്തിരിക്കൽ ഹറാമുമാണ്. അവൻ അങ്ങനെ നേർച്ചയാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ആ മൃഗത്തിന് 2 വയസ്സ് പൂർത്തിയായതിനു ശേഷം അറുത്താൽ മതിയായിരുന്നു. പക്ഷേ അവൻ അതിനെ നേർച്ചയാക്കിയത് കൊണ്ട് തന്നെ അടുത്തു വരുന്നതായ ആ ബലിപെരുന്നാളിൽ തന്നെ അറുത്തോളണം. വയസ്സ് തികഞ്ഞിട്ടില്ല എങ്കിലും മറുക്കണം. ഉലഹിയത്ത് ചിലപ്പോൾ നേർച്ചയാക്കൽ കൊണ്ടും നേർച്ചയായിട്ട് മാറും. അല്ലെങ്കിൽ നിയ്യത്ത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും നിർബന്ധമായ നേർച്ചയായ ഉലഹിയത്തായി മാറുന്നതാണ്. ഒരാൾ ഒരു മൃഗത്തെ നോക്കിയിട്ട് പറയാണ് ഇത് എൻ്റെ ഉലഹിയത്താണ്, എന്നാൽ അത് നിർബന്ധമായി മാറുന്നതാണ്. അപ്പോൾ നിയ്യത്ത് വെക്കുമ്പോൾ ഇത് എൻ്റെ സുന്നത്തായ ഉലഹിയത്താണ് എന്ന് വെക്കണം. അതല്ലെങ്കിൽ എൻ്റെ സുന്നത്തായ ഉലഹിയത്തിനെ ഞാൻ കരുതി എന്ന് വെക്കണം. സുന്നത്തായ ഉലഹിയത്തിനെ ഞാൻ വീട്ടുന്നു എന്നോ നിയ്യത്ത് വെക്കണം. നവൈതു തൽഹിയത്തൽ മസ്നൂനത ബിഹാദിഹി ഷാത്ത്, ഈ ആടിനെ ഞാൻ സുന്നത്തായ ഉലഹിയത്ത് അറുക്കാൻ ഞാൻ കരുതി, അല്ലെങ്കിൽ ഈ മൂരിയെ സുന്നത്തായ ഉലഹിയത്ത് അറുക്കാൻ ഞാൻ കരുതി, ഈ പോത്തിനെ സുന്നത്തായ ഉലഹിയത്ത് അറുക്കാൻ ഞാൻ കരുതി. ഇങ്ങനെ നിയ്യത്ത് വെക്കേണ്ടത്. എന്നാൽ ഈ ആടിനെ ഉലഹിയത്ത് അറുക്കാൻ ഞാൻ നേർച്ചയാക്കി, ഇത് എൻ്റെ ഉലഹിയത്താണ് എന്നൊക്കെ പറഞ്ഞാൽ ആ മൃഗത്തെ അറുക്കൽ നിർബന്ധമായി. ഒന്നുകിൽ അറവ് തുടങ്ങുന്ന സമയത്ത് നിയ്യത്ത് ചെയ്യാം, അല്ലെങ്കിൽ അറുക്കാൻ വേണ്ടി മാറ്റി നിർത്തുന്നതായ സമയത്ത് നിയ്യത്ത് ചെയ്യാം. 7 ആളുകളുമായി ഷെയർ കൂടുന്ന മൃഗത്തിൽ എല്ലാവരും നിയ്യത്ത് ചെയ്തോളണം. എല്ലാവരും നിയ്യത്ത് വെക്കണം. അല്ലെങ്കിൽ എല്ലാവരും കൂടി കൂട്ടത്തിലുള്ള ഒരാളെ ഏൽപ്പിക്കണം. അതുമല്ലെങ്കിൽ മൃഗത്തെ അറുക്കുന്നവനെ ഏൽപ്പിക്കണം. ഇനി ഒരാൾ നിയ്യത്ത് ചെയ്യുകയും മറ്റൊരാൾ അറുക്കുകയും ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. ഒരാൾ തന്നെ ചെയ്യണമെന്നില്ല. ഇനി 6 ആളുകൾ സ്ഥലത്തുണ്ട്, ഒരാൾ സ്ഥലത്തില്ല എങ്കിൽ അവൻ മറ്റൊരാളെ നിയ്യത്ത് ചെയ്യാൻ ഏൽപ്പിച്ചാലും മതി. ഉലഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദുൽഹിജ്ജ 1 മുതൽ ഉലഹിയത്ത് അറുക്കുന്നത് വരെ നഖം, മുടി അടക്കമുള്ള ശരീരത്തിൽ നിന്നുള്ള ഒന്നും നീക്കാതിരിക്കൽ പ്രത്യേകം സുന്നത്താണ്. ഒരാൾക്ക് ഉലഹിയത്ത് അറുക്കാൻ ഏറ്റവും നല്ലത് 7 ആടുകളെ അറുക്കുക എന്നതാണ്. അതാണ് 1-ാം സ്ഥാനം. 2-ാം സ്ഥാനം ഒരു ഒട്ടകത്തെ അറുക്കുക എന്നതാണ്. 3-ാം സ്ഥാനം ഒരു മാടിനെ അറുക്കുക എന്നതാണ്. 4-ാം സ്ഥാനം ഒരു നെയ്യാടിനെ അറുക്കുക എന്നതാണ്. 5-ാം സ്ഥാനം ഒരു കോലാടിനെ അറുക്കുക എന്നതാണ്. അടുത്ത സ്ഥാനം ഒട്ടകത്തിൻ്റെ 7-ൽ 1 പങ്കാളിയായി അറുക്കുക എന്നതാണ്.
അതിൻ്റെ തൊട്ടടുത്ത സ്ഥാനം മാടിൻ്റെ 1/7 പങ്കാളിയായി അറുക്കുക എന്നതാണ്. ഇതാണ് ഉളുഹിയ്യത്ത് അറുത്തു കൊടുക്കുന്നതിലുള്ള സ്ഥാനങ്ങൾ. നല്ല മാംസമുള്ള ഭംഗിയുള്ള ആൺവർഗമാണ് പെൺവർഗത്തേക്കാൾ ഉത്തമം. ഇനി കളറിൻ്റെ കാര്യത്തിലും സ്ഥാനവ്യത്യാസങ്ങളുണ്ട്. വെളുപ്പിനാണ് മുൻഗണന, പിന്നെ മഞ്ഞ, പിന്നെ മങ്ങിയതായ വെള്ള, പിന്നെ ചുവപ്പ് കളറുള്ളവ, പിന്നെ വെളുപ്പും കറുപ്പും കലർന്നതായ കളറ്, പിന്നെ കറുപ്പ് കളറുള്ളവ എന്നിങ്ങനെയാണ് മൃഗത്തിൻ്റെ കളറിൻ്റെ വിഷയത്തിൽ പരിഗണിക്കുന്നത്. ഇങ്ങനെയൊക്കെ സ്ഥാനങ്ങൾ പരിഗണിക്കുന്നത് എന്താണ്? ഉളുഹിയ്യത്തിൻ്റെ മഹത്വം വർദ്ധിക്കാനുള്ള കാരണമാണ്. അപ്പം അതൊക്കെ നോക്കി വാങ്ങണം. മാടിലും ഒട്ടകത്തിലും 7 ആളുകൾ വരെ ഷെയർ പറ്റുന്നതാണ്. എന്നാൽ ആടിൽ ഷെയർ ചെയ്യാൻ പറ്റൂല, അത് ഒരാൾ തന്നെ അറക്കണം. ഒരാടിൽ ഒരാൾ തന്നെ അറുത്തോളണം, അത് 2 ആളുകൾ ഷെയർ കൂടാൻ പാടില്ല. ആടിൽ 7 ഓഹരി വെക്കാൻ പാടില്ല. ഇനി മാടിലും ഒട്ടകത്തിലും 7-ൽ കൂടുതൽ ആളുകൾ ഉണ്ടായാൽ ആർക്കും ഉളുഹിയ്യത്ത് കിട്ടുകയില്ല. ഇനി 7 ആളുകൾ തന്നെ ആവണമെന്നില്ല കേട്ടോ. ഒരു മൃഗത്തിൽ 3 ആളുകളാവാം, 4 ആളുകളാവാം, 5 ആളുകളാവാം, അങ്ങനെ 6 ആളുകളൊക്കെ പങ്കു ചേർന്നുകൊണ്ട് ഒരു മൃഗത്തെ അറക്കാം. 7 തന്നെ തികക്കണമെന്നില്ല. എന്നാൽ 7 വരെ ആകാം, 7-ൽ കൂടുതൽ പറ്റൂല എന്നാണ്. ഇനി ഒരു മഹല്ലിൽ 14 ആളുകൾ ചേർന്നുകൊണ്ട് ഉളുഹിയ്യത്തിൽ കൂടി. ആരൊക്കെ ഉളുഹിയ്യത്തിൽ കൂടുന്നുണ്ട് ഉസ്താദ് ചോദിച്ചു. അപ്പോൾ 14 ആളുകളെ കിട്ടി. അപ്പോൾ ഈ 14 ആളുകളിൽ നിന്നും തുല്യ പണം വാങ്ങിയിട്ട് 2 മൂരിയെ വാങ്ങി, അല്ലെങ്കിൽ 2 പോത്തിനെ വാങ്ങി, 2 മൃഗങ്ങളെ ഒന്നിച്ച് മൊത്ത വിലക്കാണ് വാങ്ങി. എന്നാൽ അവിടെ ഓരോ മൃഗത്തിനും 7 എന്ന നിലക്ക് തരം തിരിച്ച് കൊടുക്കേണ്ടതാണ്. ഒരു മൃഗത്തെ മാറ്റി നിർത്തിയിട്ട് ഈ 14-ൽ നിന്ന് 7 ആളുകൾക്കുള്ളതാണിത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തണം. മറ്റേ 7 ആളുകൾക്ക് മറ്റേ മൃഗമാണ് എന്ന് പറഞ്ഞ് മാറ്റി കൊടുക്കണം. ഇനി 7 ആളുകളുമായി ഷെയർ കൂടിയാൽ അതിൽ ഒരു ഓഹരി നേർച്ചയായ ഉളുഹിയ്യത്തിൻ്റെ ഷെയർ ഉണ്ട് എങ്കിൽ അത് പറ്റുമല്ലോ. അങ്ങനെ പറ്റും എന്ന് പറഞ്ഞാൽ ഒരു പോത്തിനെ വാങ്ങി, അതിൽ 7 ആളുകൾ ഷെയർ കൂടി. ഈ 7 ആളുകളിൽ 7 ഉളുഹിയ്യത്താവാം, ഉളുഹിയ്യത്ത് പറ്റും. 7 ആളുകൾക്ക് ഉളുഹിയ്യത്ത് കരുതാം. അതേപോലെ തന്നെ അതിൽ ഒരാൾ കൂടിയത് എന്താണ്? നേർച്ചയാക്കിയതായ ഉളുഹിയ്യത്താണ്. എന്തിനാ നേർച്ചയാക്കിയെന്ന്? അങ്ങനെ നേർച്ചയായ ഉളുഹിയ്യത്തിൻ്റെ ഷെയർ അതിലുണ്ട് എങ്കിൽ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ വിഹിതം, ആ നേർച്ചയാക്കിയതായ വിഹിതം പാവങ്ങൾക്ക് തന്നെ, സാധുക്കൾക്ക് തന്നെ വിതരണം ചെയ്യുന്നതിനായിട്ട് മാറ്റിവെക്കണം. നാട്ടിലെ എല്ലാവർക്കും അതിൽ സാധുക്കൾ സമ്പന്നര് എല്ലാവരും ഉണ്ടാവുമല്ലോ, എല്ലാവരും പെടുമല്ലോ. നാട്ടിലുള്ള എല്ലാവരും അതിൽ സാധുക്കളുണ്ടാവും, സമ്പന്നര് മുതലാളിമാരുണ്ടാവും. അങ്ങനെ വിതരണം ചെയ്യുമ്പോൾ ഈ ഓഹരി അതിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് വേറെ തന്നെ സാധുക്കളായ ആളുകൾക്ക് മാത്രം നൽകേണ്ടതാണ്. കാരണം നേർച്ചയാക്കിയ ഉളുഹിയ്യത്ത് ഫക്കീർ മിസ്കീന്മാർക്ക് മാത്രമേ നൽകാവൂ, സമ്പന്നർക്ക് നൽകാൻ പറ്റില്ല. ഉളുഹിയ്യത്ത് അറുത്തു കൊടുക്കുന്നതായ മൃഗത്തിൽ ശ്രദ്ധിക്കേണ്ട നിബന്ധനകളുണ്ട്. നിബന്ധനകൾ ഒത്ത മൃഗമായിരിക്കണം അറുത്തു കൊടുക്കേണ്ടത്. മാംസത്തിന് കുറവ് വരുത്തുന്ന ന്യൂനതകളിൽ നിന്ന് സുരക്ഷിതമായിരിക്കണം ആ മൃഗങ്ങൾ. മാംസം ഇല്ലാത്ത മെലിഞ്ഞൊട്ടിയ മൃഗം പറ്റൂല. എല്ലോ, അതുപോലെ വാലോ ചെവിയോ അകിടോ ഏതെങ്കിലും ഭാഗം മുറിഞ്ഞുകൊണ്ട് കഷ്ണം നഷ്ടപ്പെട്ടു പോയ മൃഗത്തെ ഉളുഹിയ്യത്തിന് പറ്റൂല. ചൊറി, അതുപോലെ മൃഗത്തിനെ ബാധിക്കുന്ന മറ്റു രൂപത്തിലുള്ള രോഗങ്ങൾ, മാംസത്തെ ദുഷിപ്പിക്കുന്ന, മാംസത്തെ കുറവ് വരുത്തുന്നതായ രോഗങ്ങൾ ഉള്ള മൃഗങ്ങളും പറ്റൂല. എന്നാൽ കൊമ്പില്ല എന്നതുകൊണ്ടും കൊമ്പ് പൊട്ടിപ്പോയി എന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല, പറ്റും. പക്ഷേ നല്ല കൊമ്പുകളുള്ള മൃഗത്തെ നോക്കി വാങ്ങലാണ് ഉത്തമം. വാല് പൊട്ടിയവയും ഉളുഹിയ്യത്തിന് പറ്റൂല.
അറുക്കാൻ വേണ്ടി കിടത്തുമ്പോൾ എല്ല് പൊട്ടി എങ്കിൽ പോലും ആ മൃഗം ഉളുഹിയ്യത്തിന് പറ്റില്ല എന്നാണ്. എന്നാൽ ഇത്തരം ന്യൂനതകളുള്ള ഒരു നിശ്ചിത മൃഗത്തെ അറുക്കാൻ നേർച്ചയാക്കിയാലോ ആ മൃഗത്തെ അറുക്കൽ നിർബന്ധമാണ്. ഞാൻ നേർച്ചയാക്കിയതായ മൃഗം ന്യൂനത ഉള്ളതാണല്ലോ, അല്ലെങ്കിൽ വയസ്സ് തികഞ്ഞിട്ടില്ലല്ലോ എന്നതിൻ്റെ പേരിൽ അതിന് അറവ് നടത്താതിരിക്കാൻ പറ്റൂല, അറുത്തോളണം. ഇനിയിപ്പോൾ ഒരാൾ ചിന്തിക്കാണ്, ഞാൻ ഈ നേർച്ചയാക്കിയ മൃഗത്തിന് ന്യൂനത ഉണ്ടല്ലോ, അല്ലെങ്കിൽ വയസ്സ് തികഞ്ഞിട്ടില്ലല്ലോ എന്നും കരുതി ന്യൂനത ഒന്നുമില്ലാത്ത 2 വയസ്സ് തികഞ്ഞ നല്ല ഒരു മൃഗത്തെ പകരം വാങ്ങി അറുത്തു കൊടുത്താൽ പോലും നേരത്തെ ന്യൂനതയുള്ള വയസ്സ് തികയാത്ത ആ മൃഗത്തിനെ നേർച്ചയാക്കി അറക്കാത്തതിൻ്റെ കടം വീടൂല. ആ നേർച്ചയാക്കിയതിനെ അറുക്കുക തന്നെ വേണം. അവിടൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ ന്യൂനതയുള്ള മൃഗത്തെ അറുത്തത് കൊണ്ടും അല്ലെങ്കിൽ പ്രായം തികയാത്ത മൃഗത്തെ അറുത്തത് കൊണ്ടും ഇവിടെ ഉളുഹിയ്യത്ത് വീടുകയില്ല, അത് ഉളുഹിയ്യത്തായി പരിഗണിക്കപ്പെടൂല. എന്നാൽ ഒരു ന്യൂനതയും ഇല്ലാത്തൊരു മൃഗത്തെ ഒരാൾ നേർച്ചയാക്കുന്നതായ സമയത്ത് ആ മൃഗത്തിന് ഒരു കുഴപ്പമില്ല. പിന്നീട് അതിന് ന്യൂനത വന്നാൽ ആ മൃഗത്തെ അറവ് നടത്തൽ നിർബന്ധമാണ്. അതുകൊണ്ട് ആ നേർച്ച ബാധ്യത വീടുന്നതുമാണ്, പകരമായി ഒന്നും ചെയ്യേണ്ടതില്ല. ആ മൃഗം ഉളുഹിയ്യത്തായി സ്വീകരിക്കപ്പെടുകയും ചെയ്യും. കാരണം അവൻ നേർച്ചയാക്കുന്നതായ സമയത്ത് സലീമായ മൃഗമായിരുന്നല്ലോ, ന്യൂനതയൊന്നും ഇല്ലാത്ത മൃഗമായിരുന്നല്ലോ, പിന്നീട് ന്യൂനത വന്നു പോയതാണല്ലോ. ഇനി ഒരാൾ ഒരു മൃഗത്തെ നേർച്ചയാക്കി, പക്ഷെ അതിനെ അറവ് നടത്തുന്നതിന് മുമ്പ് അതിന് അപകടം പറ്റി, ജീവൻ പോയി, മരിച്ചുപോയി, എന്നെന്താ ചെയ്യുക? ഇനി അവിടെ ഒന്നും ചെയ്യാല്ല. ആ മരിച്ചുപോയ മൃഗത്തിന് പകരമായി വേറെ ഒന്നിനെ അറുക്കൽ നിർബന്ധമല്ല. എന്നാലും അവൻ എനിക്ക് ഉളുഹിയ്യത്ത് അറുക്കാൻ വേണ്ടിയാണല്ലോ ഈ മൃഗത്തെ വാങ്ങിയത്, പക്ഷേ അത് മരിച്ചു പോവുകയും ചെയ്തല്ലോ എന്നും കരുതി വേറെ ഒരു മൃഗത്തെ വാങ്ങി അറവ് നടത്തൽ നല്ലതാണ്. ഉളുഹിയ്യത്ത് അറുത്ത കൂലി കിട്ടുകയും ചെയ്യും. സുന്നത്തായ ഉളുഹിയ്യത്ത് ആണെങ്കിൽ നിർബന്ധം വീടാൻ അതിൽ നിന്ന് അല്പമെങ്കിലും സ്വതക്ക ചെയ്തിരിക്കണം. ബാക്കി മുഴുവനും നാം എടുക്കുകയാണെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല. എന്നാലും ഉളുഹിയ്യത്ത് അറുക്കുന്നവൻ ആ മൃഗത്തിൻ്റെ കരളിൻ്റെ ഭാഗത്ത് നിന്ന് അല്പം എടുത്ത ശേഷം ബാക്കി മുഴുവനും സ്വതക്ക ചെയ്യുകയാണ് വേണ്ടത്. അതാണ് ഏറ്റവും അഫ്ളൽ. ഇനി അങ്ങനെ മുഴുവനും നൽകുന്നില്ലെങ്കിലോ അതിൻ്റെ 1/3 കൂടാത്തത് മാത്രം എടുക്കുകയും ബാക്കിയുള്ളവ സ്വതക്ക ചെയ്യുകയും ചെയ്യുന്നതാണ് പിന്നീട് ഉത്തമമുള്ളത്. സുന്നത്തായ ഉളുഹിയ്യത്ത് അറുത്ത വ്യക്തിക്ക് അതിൽ നിന്ന് എടുത്തു ഭക്ഷിക്കാം എന്ന് മാത്രമല്ല, അങ്ങനെ ഭക്ഷിക്കൽ സുന്നത്തുമാണ്. എന്നാലോ നേർച്ചയാക്കിയതോ മറ്റോ നിർബന്ധമായ ഉളുഹിയ്യത്താണെങ്കിൽ ആ മാംസത്തിൽ നിന്ന് ഉളുഹിയ്യത്ത് കർമ്മം നടത്തിയ വ്യക്തിക്കും അവൻ ചിലവ് കൊടുക്കാൻ ബാധ്യതയുള്ള ആളുകൾക്കും ഭക്ഷിക്കാൻ പാടില്ല. അമ്മൽ ഉളുഹിയ്യത്തുൽ വാജിബത്തു ഫലാ യജൂസുൽ അക്ലു മിൻഹാ. എന്നാൽ ഒരാൾ നേർച്ചയാക്കിയ ഉളുഹിയ്യത്തിൻ്റെ മാംസത്തിൻ്റെ ഒരു ഓരി ഒരു സാധുവായ മനുഷ്യന് കൊടുത്തു. എന്നിട്ട് ആ ഫക്കീറിൻ്റെ വീട്ടിൽ പോയപ്പോൾ ആ വീട്ടിൽ നിന്ന് അവൻ നൽകിയിരുന്നതായ മാംസത്തിൽ നിന്ന് ഭക്ഷിച്ചു. എന്നാൽ അത് കുഴപ്പമൊന്നുമില്ല, ഹറാമൊന്നുമില്ല, കഴിക്കാം. എന്നാലും അത് കറാഹത്താണ്. കാരണം فإنه يكره لمن تصدق بشيء أن يتملكه ممن دفعه له بغير نهب حرص. നാം വേറെ ഒരാൾക്ക് സ്വതക്ക നൽകിയത് അത് ഉളുഹിയ്യത്താവട്ടെ മറ്റു വല്ലതുമാവട്ടെ ഏതായിരുന്നാലും ആ നൽകിയതിൽ നിന്ന് അത് നൽകിയവൻ ഭക്ഷിക്കൽ കറാഹത്താണ് എന്ന് കാണാം. അങ്ങനെ വരുമ്പോൾ അത് കഴിക്കൽ കറാഹത്ത് വരും. സുന്നത്തായ ഉളുഹിയ്യത്തിൽ നിന്ന് ഫക്കീറിനും മിസ്കീനിനും സമ്പന്നനും നൽകാം.
സമ്പന്നൻ എന്ന് പറഞ്ഞാൽ ഫക്കീർ, മിസ്കീൻ എന്നിവരിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തവർക്കാണ്. അഥവാ അവരെക്കാൾ ഒന്നുകൂടി കഴിവുള്ള ആളുകൾ, അവർക്കാണ് സമ്പന്നൻ എന്നൊക്കെ പറയുന്നത്. അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിനും നൽകാം, അവർക്ക് സ്വീകരിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. എന്നാൽ നിർബന്ധമായ ഉളുഹിയ്യത്താണെങ്കിൽ സമ്പന്നർക്കും നബി കുടുംബത്തിനും നൽകാൻ പാടില്ല. ഫക്കീർ, മിസ്കീൻ എന്നിവർക്ക് ആണ് നൽകേണ്ടത്. അതുപോലെ വലാ യുസ്റഫു ശൈഉം മിൻഹാ ലികാഫിരിൻ ലാ യജൂസു ലികാഫിരിൻ അൽഅക്ലു മിൻഹാ മുത്ലഖൻ. കാഫിറിനും ഉളുഹിയ്യത്തിൻ്റെ മാംസം നൽകാൻ പാടില്ല. കാഫിറിന് അതിൽ നിന്ന് ഒന്നും നൽകാൻ പറ്റില്ല, ഭക്ഷിപ്പിക്കാനും പറ്റൂല. ഇനി പെരുന്നാളിൻ്റെ ദിവസമാണ്, വല്ല സഹോദരങ്ങൾ വീട്ടിലേക്ക് വരികയാണെങ്കിൽ, അതല്ലെങ്കിൽ ക്ഷണിച്ച് വരുത്തിയിട്ടാണെങ്കിൽ അവർക്ക് ഭക്ഷണം നൽകുന്നതിനോ സ്വതക്ക നൽകുന്നതിനോ ഒരു കുഴപ്പമല്ല. പക്ഷേ ഉളുഹിയ്യത്തിൻ്റെ മാംസം വേവിച്ചിട്ടോ വേവിക്കാതെയോ നൽകിക്കൂടാ, അത് നൽകാൻ പാടില്ല. ഇനി അവർക്ക് മാംസം നൽകണമെന്നുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ മാംസം കഴിക്കുമ്പോൾ അവർക്കും മാംസം കഴിക്കാൻ പൂതി ഉണ്ടാവൂലേ, അങ്ങനെയാണെങ്കിൽ ഉളുഹിയ്യത്തിൻ്റെതല്ലാത്ത വേറെ മാംസം വാങ്ങി അവരെ ഭക്ഷിപ്പിക്കാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. ഇനി സുന്നത്തായ ഉളുഹിയ്യത്താണെങ്കിൽ ഏത് നാട്ടിൽ വെച്ചാണോ അറവ് നടത്തിയത് എങ്കിൽ ആ നാട്ടിലുള്ള ഫക്കീർ, മിസ്കീനിന് കുറച്ചെങ്കിലും മാംസം നൽകൽ നിർബന്ധമാണ്. ബാക്കി മറ്റു നാട്ടിലേക്ക് നീക്കം ചെയ്യാവുന്നതുമാണ്. ഒരു നാട്ടിൽ അറവ് നടത്തി അവിടെ തീരെ സ്വതക്ക ചെയ്യാതെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് പറ്റില്ല. എന്നാൽ നേർച്ചയാക്കിയ നിർബന്ധമായ ഉളുഹിയ്യത്താണ് എങ്കിൽ അത് മുഴുവനും അറവ് നടത്തിയ നാട്ടിലെ ഫക്കീർ, മിസ്കീനിന് തന്നെ വിതരണം ചെയ്യൽ നിർബന്ധമാണ്. ആ നാട്ടിലെ ഫക്കീർ, മിസ്കീന്മാര് അവരുടെ അടുത്ത നാട്ടിലുള്ളവർക്ക് നൽകുന്നതിന് വിരോധമൊന്നുമില്ല. അവർ നൽകുന്നത് കൊണ്ട് കുഴപ്പവുമില്ല. ഇനി അവർ ആ മാംസം വിൽപ്പന നടത്തുന്നത് പോലും കുഴപ്പമില്ല എന്നാണ്. ഇനി ഒരാൾ തൻ്റെ മരണശേഷം എനിക്ക് വേണ്ടി ഉളുഹിയ്യത്ത് അറുക്കാൻ വസിയ്യത്ത് ഏൽപ്പിക്കുകയും ശേഷം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. എന്നാലോ ഇയാൾക്ക് വേണ്ടി വസിയ്യത്ത് ഏറ്റെടുക്കുന്ന വ്യക്തി ഉളുഹിയ്യത്ത് അറുക്കുമ്പോൾ നിർബന്ധമായ ഉളുഹിയ്യത്തിനെ പോലെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. മരിച്ചുപോയ ആളുകൾ അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് വസിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവരെ തൊട്ട് ഉളുഹിയ്യത്ത് അറുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അവരെ തൊട്ട് ഉളുഹിയ്യത്ത് അറുക്കാൻ പാടില്ല. ഇനി നാം ഉളുഹിയ്യത്ത് അറുത്തിട്ട് അതിൻ്റെ പ്രതിഫലം അവർക്ക് ഹദിയ ചെയ്യാം, അതിന് കുഴപ്പമില്ല. അതുപോലെ ഉളുഹിയ്യത്ത് മൃഗത്തിൻ്റെ ഒരു ഭാഗവും ഉളുഹിയ്യത്ത് അറുക്കുന്നവൻ വിൽപ്പന നടത്താൻ പാടില്ല, വിൽക്കാൻ പാടില്ല. എല്ലും കൊമ്പും തോലും ഒന്നും വിൽക്കാൻ പാടില്ല. വിൽക്കാൻ വേണ്ടി മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറ്റൂല. ഒരാൾ പറഞ്ഞു ഞാൻ ഉളുഹിയ്യത്ത് അറുക്കുന്നുണ്ട്, അപ്പോൾ എല്ലും തോലൊന്നും വിൽക്കാൻ പാടില്ല എന്നാണ് മസാല. അപ്പോൾ എന്ത് ചെയ്തോ, നീ എന്ത് ചെയ്തോ, അതെടുത്തിട്ട് വിറ്റോ, എന്നിട്ട് അതിൻ്റെ കാശ് എനിക്ക് കാട്ട്, അതല്ലെങ്കിൽ എൻ്റെ ഗൂഗിൾ പേക്ക് അയക്ക്, എൻ്റെ കയ്യിൽ വരണ്ട, എൻ്റെ ഗൂഗിൾ പേക്ക് അയക്ക്. ഇതൊന്നും ശരിയായ പ്രവണതയല്ല. വിൽക്കാൻ വേണ്ടി മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറ്റൂല. അതും പാവപ്പെട്ടവർക്ക് സ്വതക്ക ചെയ്യണം. സ്വതക്കയായി അവർക്ക് ലഭിച്ചാൽ, സാധുക്കൾക്ക് വല്ല എല്ലോ തോലോ കൊമ്പോ വല്ലതും ലഭിച്ചാൽ അത് മറ്റൊരാൾക്ക് വിൽപ്പന നടത്താം, അതിന് കുഴപ്പമില്ല. മൃഗത്തെ അറക്കുന്നതായ ജോലിക്കാർക്ക് കൂലിയായി കൊടുക്കുന്ന സമ്പ്രദായം ചില നാടുകളിലുണ്ട്. എന്നാൽ വയഹറുമു അലൽ മുൽഹീന വഅലാ നഹവി വാരിസിഹി യബൈഉഹു കസായിരി അജ്സാഇഹാ വയഅതാഹു ഉജ്റത്തൻ ലിദാബിഹി. കൂലൊക്കെ അവർക്ക് സ്വന്തമായിട്ട് കൊടുക്കണം. തോലും കൊമ്പും ഒന്നും കൂലിയായിട്ട് കൊടുക്കാൻ പറ്റൂല. ആ ജോലിക്കാർക്ക് അതിൻ്റെ കൂലിയായിട്ട് തോല് കൊടുക്കാൻ പറ്റൂല, അത് ഹറാമാണ് എന്നാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നൊരു ഹദീസ് ഉണ്ട്. മൻ ബഅ ജിൽദൻ ലി ഉൽഹിയത്തിഹി ഫലാ ഉൽഹിയത ലഹു. അവനാ തോല് വിൽപ്പന നടത്തിയാൽ യഥാർത്ഥത്തിൽ അവന് ഉൽഹിയത്തില്ല, അങ്ങനെ വിൽക്കൽ അവന് ഹറാമാണ്, വൻദോഷത്തിൽ പെട്ടതാണ് എന്ന് കിതാബിൽ കാണാം. സുന്നത്തായ ഉൽഹിയത്താണെങ്കിൽ എല്ലോ തോലോ പാത്രം നിർമ്മിക്കുക പോലെയുള്ള സ്വന്തമായ ആവശ്യത്തിന് ഉപയോഗിക്കാം. പക്ഷേ നിർബന്ധമായതാണെങ്കിൽ അതും പറ്റൂല. അതുപോലെ തന്നെ ഉൽഹിയത്തിൻ്റെ മാംസം ദാനം ചെയ്യേണ്ടത് വ്യക്തികൾക്കാണ്. അപ്പോൾ സ്ഥാപനങ്ങൾക്ക് പറ്റൂല. വ്യക്തികളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുണ്ട്, ഉൽഹിയത്തിന് മൃഗം അങ്ങനെ പരിഗണിക്കാൻ പറ്റൂല. ഇങ്ങനെ കുറേ മസാലകൾ നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ കുറേ കാര്യങ്ങളുണ്ട്. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ, എല്ലാ അമലുകളും സ്വീകരിക്കുമാറാവട്ടെ. ഉൽഹിയത്ത് അറുക്കാൻ കഴിവുള്ള ആളുകൾ അതിൽ നിന്ന് മാറി നിൽക്കരുത്. എല്ലാ വർഷവും അറുക്കാൻ കഴിവുള്ള ആളുകൾ അത് അറുത്തോളണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, നമ്മിൽ നിന്നെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.